ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ആലപ്പുഴയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ എത്തിയെന്ന് പറഞ്ഞല്ലോ. ഇതുവരെയും ദൈവം ഞങ്ങളെ പരിപാലിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിലോർത്ത് എല്ലാവർക്കും കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി റോമാലേഖനം 12-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ദൈവസ്നേഹം എങ്ങനെയുള്ളതാണ് എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അത് വ്യാജമില്ലാത്ത സ്നേഹമാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മോട് കാണിച്ച സ്നേഹം അത് യാതൊന്നും പ്രതീക്ഷിക്കാതെ യാതൊരു വ്യാജവുമില്ലാത്ത സ്നേഹമായിരുന്നു. ദൈവമക്കളായ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതും അതാണ്. വ്യാജന്മാർ നിറഞ്ഞിരിക്കുന്ന വ്യാജമായ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കളോട് ബന്ധത്തിൽ പറയുന്നത് വ്യാജമില്ലാതെ സ്നേഹിക്കുക. നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ആ വിഷയം സംസാരിച്ചാൽ വളരെയേറെ സംസാരിക്കുവാനുണ്ട്. വിശുദ്ധ വേദപുസ്തകം മുഴുവനും സ്നേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചുവെന്ന് നാം വായിക്കുന്നു. നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവം നമ്മെ ഇവിടെ കാണിച്ച മഹാസ്നേഹത്തെപ്പറ്റി യോഹന്നാൻ വീണ്ടും സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹമൊന്ന് പരിശോധിച്ച് നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മറ്റൊരു സ്റ്റെപ്പാണ് നിർവ്യാജ സ്നേഹം പ്രകടിപ്പിക്കുക. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നല്ലതിനോട് പറ്റിച്ചേർന്ന് കൊള്ളുക. ഏറ്റവും നല്ലത് ആരാണെന്നറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ശരിയായ ആ കൂട്ടായ്മ അനുഭവിക്കാതെ വരുമ്പോഴാണ് നാം തെറ്റിലേക്ക് കടന്നു പോകുവാനായിട്ടിടയാകുന്നത്. ഹനോക്കിനെ പറ്റി നമുക്കറിയാമല്ലോ. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെപ്പറ്റി പറയുകയാണ്, 300 വർഷം അവൻ ദൈവത്തോടു കൂടെ നടന്നു. അവൻ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. കർത്താവ് അവനെ ജീവനോടുകൂടി എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിവാഹത്തിൻ്റെ സന്ദേശത്തോളം ബന്ധത്തിൽ രാജു മാത്യു എന്ന് പറഞ്ഞ ലളിതദാസൻ പറഞ്ഞത്, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നു. അത് 2 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് 8 പ്രാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. ഏത് വ്യക്തി കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നോ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ താൻ തീയതിനെ വെറുക്കുവാനായിട്ടിടയാകും, തെറ്റിനെ വെറുക്കുവാനായിട്ടിടയാകും. അപ്പോൾ അവനോട് നല്ലതിനോട് പറ്റിക്കൊള്ളുവാൻ പറയേണ്ടതായ ആവശ്യമില്ല. അവൻ ഓൾറെഡി കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. 10-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, സഹോദരപ്രീതിയിൽ തമ്മിൽ സായിവുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഒരു കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ അപ്പോസ്തലനായ പൗലോസ് റോമിലെ വിശ്വാസികളോട് പറയുകയാണ്, സഹോദരപ്രീതിയിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിവുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ,
സഹോദര പ്രീതി കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സഹോദര പ്രീതി കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സഹോദരപ്രീതികൾ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. വേദപുസ്തകം ഒരു ജാതി വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകുന്നില്ല. വടക്കേ ഇന്ത്യയിൽ എൻ്റെ വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ പറയട്ടെ, മുതിർന്ന ജാതിയിൽപ്പെട്ട എന്ന് അഭിമാനിക്കുന്ന വ്യക്തികൾ താഴ്ന്ന ജാതിയിലുള്ളവരെ ബഹുമാനിക്കുന്നില്ല. അവരെ വളരെ നീചമായ നിലയിലാണ് കാണുന്നത്, അവരോട് ഇടപെടുന്നത്. കാരണം അവൻ താഴ്ന്ന ജാതിയാണ്. എന്നാൽ നാം സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉയർന്ന ജാതിക്കാരനോ താഴ്ന്ന ജാതിക്കാരനോ എന്നില്ലാതെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമകനെന്നുള്ള ആ ബോധ്യതയോടുകൂടി പരസ്പരം ബഹുമാനിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, സഹോദരപ്രീതി വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ബഹുമാനിക്കുന്നതിൽ നാം മുന്നിട്ട് കൊള്ളുക. ബഹുമാനിക്കുന്നതിൽ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധാനത്തിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആരെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാവും. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. വലിയവനായ ദൈവം കേൾവിക്കാരായ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. ഇതുവരെയും ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം. ഇതുവരെയും ഞങ്ങളെ വഴി നടത്തിയതിനായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവേ, ഞങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കുവാൻ, സഹോദരപ്രീതിയെ മുന്നിട്ട് നിൽക്കുവാൻ, സഹോദരന്മാരെ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.